കൗണ്ടർ പാർട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളും മറ്റ് ദേശീയ തലത്തിലുള്ള ഉപതിരഞ്ഞെടുപ്പുകളും ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് അതിഥിയായി എത്തിയിട്ടുള്ളത് ഡോക്ടർ ജയപ്രസാദ്, കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ രാഷ്ട്രീയ മീമാംസാ വിഭാഗം ഡീനാണ്. ഒപ്പം ഡോക്ടർ മോഹൻ വർഗീസ്, തിരുവല്ല മാർത്തോമ കോളേജിലെ മുൻ അധ്യാപകനും വകുപ്പ് മേധാവിയുമായിരുന്നു. രണ്ടുപേരും അറിയപ്പെടുന്ന രാഷ്ട്രീയ നിരീക്ഷകരാണ്. സ്വാഗതം. മഹാരാഷ്ട്ര എങ്ങനെയാണ് ഡോക്ടർ ജയപ്രസാദ് അങ്ങ് കാണുന്നത്? എന്താണ് വിലയിരുത്തൽ? ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ അല്ലെങ്കിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പാർലമെൻറ്റിൽ അയക്കുന്ന, ഒരു പരിധി വരെ ഇന്ത്യയുടെ തന്നെ ഒരു 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 പ്രതിച്ഛായയായിട്ട് കണക്കാക്കാൻ കഴിയുന്നൊരു വലിയ സംസ്ഥാനം. സാമ്പത്തിക അതായത് വികസനത്തിൻ്റെ കാര്യത്തിൽ, വ്യാവസായികവൽക്കരണത്തിൻ്റെ കാര്യത്തിൽ എല്ലാ മേഖലകളിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അപ്പം രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം ഉൾപ്പെടുന്ന ബോംബെ മേഖല മറ്റൊന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും ചരിത്രത്തിലുമൊക്കെ നിർണായക സ്വാധീനം ചെലുത്തിയ ഒരു പ്രദേശമാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. അത്രയധികം ചരിത്ര പുരുഷന്മാരെ സംഭാവന ചെയ്തൊരു നാടാണ്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. മഹാരാഷ്ട്രയുടെ വിജയവും പരാജയവും അതുകൊണ്ട് തന്നെ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനവുമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ഒരുപക്ഷെ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് BJPക്ക് പിന്നോട്ട് പോകേണ്ടി വന്നു. പിന്നോട്ട് പോകേണ്ടി വന്നതിൽ 2-3 കാരണങ്ങളുള്ളതിൽ ഒരു പ്രധാന കാരണം BJP ശിവസേന എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു അലയൻസ് ആയിരുന്നു, ലോങ് ടൈം അലയൻസ് ആയിരുന്നു. ആ അലയൻസ് ഛിന്ന ഭിന്നമാകുകയും അതിനുശേഷം അതിനകത്ത് സ്പ്ലിറ്റ് ഉണ്ടായതിനു ശേഷം അതിലെ ഒരു ഘടകത്തെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള BJP മുന്നണി. അപ്പം BJP താരതമ്യേന കുറച്ച് ദുർബലമായൊരവസ്ഥയിലായിരുന്നു ലോക്സഭയിലേക്ക് പോകുമ്പോൾ. പ്രതീക്ഷിച്ചതുപോലെ തന്നെ UPAക്ക് അവിടെ അഡ്വാൻറ്റേജ് കിട്ടിയിരുന്നു. പക്ഷേ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടത്, ഈ അതായത് UPAയും അതായത് ഇന്ത്യ അലയൻസും NDAയും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനം കേവലം 8.2% ഉള്ളൂ. അപ്പം നമ്മൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ എന്നുള്ള തലത്തിൽ ഞാൻ ജയവും തോൽവിയേക്കാളുപരി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന വോട്ടാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരിടത്തും വലിയ ചോർച്ചയുണ്ടായിട്ടില്ല. പരാജയമുണ്ടായെങ്കിലും അത് ശക്തി ക്ഷയിച്ചിട്ടില്ല. അപ്പം ഇലക്ഷനിൽ 1% താഴെയാണ്. 0.82 അതെ, വെറും 0.25% വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഈ വോട്ടിംഗ് ശതമാനത്തിൽ വേരിയേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ സീറ്റിൽ വലിയ വ്യത്യാസം വന്നു. നമ്മൾ കോൺഗ്രസിന്റെ തന്നെ വോട്ട് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന് വോട്ട് കൂടിയിട്ടില്ല. പക്ഷേ സീറ്റിൽ വലിയ 1-ൽ നിന്ന് കോൺഗ്രസിന്റെ നമ്പർ ഹ്യൂജ് മൊത്തം 31 സീറ്റ് അവർ 31 കൊണ്ട്. അപ്പോൾ ആ തരത്തിൽ കോൺഗ്രസിന്റെ വിജയവും കോൺഗ്രസിന്റെ വോട്ടും തമ്മിൽ നമുക്ക് ഈ അന്തരം കാണാം. അപ്പോൾ ഇത് ഒരു സ്വാഭാവികമായിട്ടും BJP പോലുള്ളൊരു പാർട്ടി ഒരു പാഠമാണ്. അതിൻ്റെതായ പരിഹാര ക്രിയകൾ അതിനുശേഷവും അവർ ചെയ്തിരുന്നു. ചെയ്തതിൻ്റെ ഫലം ഈ തിരഞ്ഞെടുപ്പിൽ പ്രകടമാകും. മാത്രമല്ല, പൊതുവേ നമുക്ക് കിട്ടുന്ന ആ ഒരു ഒബ്സർവേഷൻ, പലരും നടത്തിയ ഒബ്സർവേഷനിലും BJPക്ക് അനുകൂലമായ ഒരു വിധി എഴുത്തായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ കഴിയും. അതിൻ്റെ ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത് ശിവസേനയുടെ, നമ്മൾ നേരത്തെ കേരള രാഷ്ട്രീയത്തിൽ സന്ദീപ് വാര്യരെ സൂചിപ്പിച്ചതുപോലെയാണ് ശിവസേനയുടെ ചാഞ്ചാട്ടം. ശിവസേനയെ ശരിക്കും പറഞ്ഞാൽ ഉദ്ധവ് താക്കറേക്ക് ആശയപരമായ അടിത്തറ ഇളക്കി മാറ്റിക്കൊണ്ടാണ് അദ്ദേഹം മുന്നണി മാറുന്നത്. അതുകൊണ്ട് തന്നെ ശിവസേനയുടെ സ്വാഭാവികമായ ശക്തി ഉദ്ധവ് താക്കറേക്ക് ഇപ്പോൾ ലഭ്യമല്ല. അപ്പോൾ ശിവസേന ദുർബലമാണ്. അപ്പം BJPക്ക് ബദലായി നിൽക്കുന്ന ശിവസേന അതുപോലെ കോൺഗ്രസ് NCPയും അടങ്ങുന്ന മുന്നണിയും, BJP പക്ഷത്ത് നിൽക്കുന്ന NCPയും കോൺഗ്രസും NCPയും ശിവസേന പക്ഷവും താരതമ്യം ചെയ്യുമ്പോൾ BJP പക്ഷത്തിനാണ് ഇപ്പോൾ മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ മേൽക്കൈയുള്ളത്.
അതിൽ 2-3 ഘടകങ്ങളുണ്ട്. അശോക് ചവാനെ പോലെയുള്ള ആൾക്കാർ, നേരത്തെ തന്നെ അശോക് റാണയെ പോലെയുള്ള ആൾക്കാർ, പലരും ആ ഭാഗത്ത് നിന്ന് വളരെ സജീവമായി നിന്ന് വളരെ മുന്നിൽ നിന്ന ആൾക്കാർ BJP ഭാഗത്ത് വന്നു. മറ്റൊന്ന് ഗവൺമെൻറ് കൊണ്ടുവന്ന മാഞ്ചി അതായത് 1500 രൂപ ഏതാണ്ട് 2.5 ലക്ഷത്തിന് 2.5 കോടി ആൾക്കാർക്ക്. അതെ, 2.5 ലക്ഷം. അപ്പൊ ആ പദ്ധതിയിലൂടെ ലഭ്യമായിട്ടുള്ള ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ അതിന്റെ സ്വാധീനം വളരെ വലുതാണ്. അതെ, 2.26 കോടി വനിതകൾക്കാണ്. വോട്ടർമാരെ അത് സ്വാധീനിക്കുന്നു. മൊത്തം 4.6 കോടിയാണ് അവിടെ വനിതകളുള്ളത്. അതായത് 21 വയസ്സിനും 65 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാർക്കാണ് ഇത് ലഭിക്കുന്നത്. അപ്പോൾ അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് ആ തരത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിരുന്നുണ്ട്. മറ്റൊന്ന്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ആസ്ഥാനം നാഗ്പൂരാണ്. അപ്പം നമ്മൾ മഹാരാഷ്ട്രയിൽ തന്നെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവനെ 5-6 പ്രവിശ്യകളായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ വിദർഭ മറാഠവാഡ റീജിയനിലാണ് കോൺഗ്രസ് NCP അല്ലെങ്കിൽ BJP ഫൈറ്റ് വരുന്നത്. അപ്പോൾ അതിൽ RSSന്റെ പ്രവർത്തനം ലോകസഭയിൽ നിന്ന് വിഭിന്നമായിട്ട് വളരെ താഴെത്തട്ടിൽ വളരെ എന്താ പറഞ്ഞാൽ പരസ്യമൊന്നുമില്ലാതെ വീടുകൾ കയറി ഇറങ്ങുന്ന ശക്തമായ പ്രവർത്തനം അവിടെ BJPക്ക് ചെറിയ യോഗങ്ങളും സംഘടിപ്പിച്ചു. വളരെയധികം. അത് നമ്മൾ വിചാരിക്കുന്ന ഹരിയാനയിൽ എന്താണോ സംഭവിച്ചത്, അത് നമ്മളെ ഒരു പരീക്ഷണം വിജയിച്ചതാണ് ഹരിയാന. എല്ലാ തരത്തിലുള്ള നമ്മുടെ വന്ന സർവേകളെയും അതിജീവിച്ചുകൊണ്ട് ഹരിയാനയിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുക മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായിട്ട് BJPക്ക് ഏറ്റവും കൂടുതൽ സീറ്റും വോട്ടും കിട്ടിയ ഒരു ഇലക്ഷനായിരുന്നു. അപ്പോൾ ആ തരത്തിൽ മഹാരാഷ്ട്രയിൽ അതിൻ്റെ പാഠം കൂടെ പഠിച്ചുകൊണ്ടും സംഘപ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം വളരെ സൂക്ഷ്മമായ തലത്തിൽ പ്രകടനപരതയില്ലാതെ ജനങ്ങളിടയിൽ പ്രവർത്തിക്കുകയും സമാന്തരമായിട്ട് ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളും. മറ്റൊന്ന്, ഇന്ത്യയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ, ഞാൻ വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് എന്ന തരത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് വികസനം, ഇപ്പം ഗഡ്കരിയുടെ സംസ്ഥാനം കൂടെയാണ്. അത്രയധികം നമ്മുടെ രാജ്യത്ത് ഇപ്പം ബോംബെയിൽ തന്നെ ഉണ്ടായിട്ടുള്ള നമ്മളിപ്പോൾ മേൽപ്പാലങ്ങളാണെങ്കിലും റോഡുകളാണെങ്കിലും ഒക്കെ തന്നെ വലിയ വികസനം കഴിഞ്ഞ 10 വർഷത്തേക്കുണ്ടായിരുന്നു. അപ്പോൾ 2019 തിരഞ്ഞെടുപ്പിൽ BJPക്ക് അടിപതറുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, BJP ജയിച്ചെങ്കിലും ആ ഗവൺമെൻറ് ശിവസേനയുടെ പ്രശ്നം കാരണം ഗവൺമെൻറ് രൂപീകരിക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് അതിൻ്റെതായ ചെറിയ രാഷ്ട്രീയമായ പ്രശ്നങ്ങളിലൂടെ ഒരു സ്മൂത്തായ പൊളിറ്റിക്കൽ പ്രോസസ്സ് അവിടെ നടന്നില്ല. പക്ഷേ ഈ തവണ അതിന് വിഭിന്നമായ ഒരു രാഷ്ട്രീയ പ്രക്രിയ ആയിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് എൻ്റെ നിരീക്ഷണം. അങ്ങ് എങ്ങനെ കാണുന്നു? ഇപ്പോൾ പുറത്തു വന്ന സർവേകളുടെ എല്ലാം സൂചന വിശ്വസിക്കാമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം, ശിവസേന ഷിൻഡെ വിഭാഗവും അജിത് പവാറിൻ്റെ NCPയും BJPയും ചേർന്ന ആ സഖ്യം ഒരു കംഫർട്ടബിൾ മാർജിനിൽ വിജയിക്കും എന്നാണ്. മറുപക്ഷത്തുള്ള മഹാവികാസ് അഗാദിക്ക് ഉദ്ദേശിച്ച ഒരു മേൽക്കൈ, ലോക്സഭാ ഇലക്ഷനിൽ ലഭിച്ച ഒരു മേൽക്കൈ ലഭിക്കില്ല എന്നതാണ് ഇപ്പോഴത്തെ പൊതുവെയുള്ള എക്സിറ്റ് പോളുകൾ നൽകുന്നൊരു ചിത്രം. പക്ഷേ ഇവിടെ നമ്മൾ മഹാരാഷ്ട്രയെ മനസ്സിലാക്കേണ്ടത്, ഡോക്ടർ ജയപ്രസാദ് പറഞ്ഞത് പോലെ മഹാരാഷ്ട്രയെ ഒരു സിംഗിൾ യൂണിറ്റായി കാണുന്നതിനേക്കാൾ മഹാരാഷ്ട്രയെ 6 ഖണ്ഡങ്ങളായി കാണേണ്ടി വരും. ഓരോ ഇടത്തും പോൾ നറേറ്റീവ്സ് വ്യത്യാസമാണ്. അങ്ങ് കിഴക്ക് വിദർഭയിലെ ഒരു സാഹചര്യമല്ല ഇങ്ങ് പടിഞ്ഞാറ് കൊങ്കൺ മേഖലയിൽ, ആ സാഹചര്യമല്ല മധ്യ മഹാരാഷ്ട്രയിൽ, അതുപോലെ മറാത്ത്വാദയിലും വെസ്റ്റേൺ മഹാരാഷ്ട്രയിലും ബോംബെ റീജിയനിലും എല്ലാം സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇവിടെ നോക്കൂ, പ്രധാനപ്പെട്ട കക്ഷിയായി വരുന്നത് മഹായുതി സഖ്യത്തിൽ BJP ആണ്. 151 സീറ്റിൽ BJP മത്സരിക്കുന്നു. 149 സീറ്റ്. മറ്റേ സീറ്റുകൾ അവർ ചെറിയ കക്ഷികൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. 2-3 സീറ്റുകൾ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അങ്ങനെയുള്ള ഒരു പാർട്ടി യഥാർത്ഥത്തിൽ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായി BJP വരും എന്ന കാര്യത്തിൽ എങ്ങനെ നോക്കിയാലും പ്രീ പോൾ കണക്കിൽ തന്നെ അങ്ങനെ വരൂ. ഇവിടെ മത്സരിക്കുന്ന BJPയുടെ ഒപ്പമുള്ള സഖ്യകക്ഷികൾ ഷിൻഡെ സേനയ്ക്ക് 80 സീറ്റിലാണ് മത്സരം. അതുപോലെ അജിത് പവാറിൻ്റെ NCPക്ക് 52 സീറ്റിലാണ്, 59 സീറ്റിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ BJP ബഹുഘാതം മുന്നിലാണ് അലയൻസിൽ. അപ്പോൾ അലയൻസിലെ ഡോമിനന്റ് പാർട്ട്ണറാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി ഭൂരിപക്ഷം ലഭിച്ചാൽ ഷിൻഡെ തുടരുമോ എന്നതാണ് ഒരു ചോദ്യം. അങ്ങനെയെങ്കിൽ ദേവേന്ദ്ര ഫഡ്നാവിസ്, BJPയുടെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന് അവസരം ലഭിക്കില്ലേ? അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാലും ഒരു നാരോ മാർജിനാണ് വിജയിക്കുന്നത് എങ്കിൽ 288 അംഗ നിയമസഭയിൽ
ഭൂരിപക്ഷത്തിന് വേണ്ടത് 145 സീറ്റുകളാണ്. മിക്ക സർവേകളും 145 മുതൽ മുകളിലേക്കുള്ള നമ്പേഴ്സാണ് പറയുന്നത്. ഏതാണ്ട് ഒരു സർവേ മാത്രം, 7 സർവേകളിൽ ഒരു സർവേ മാത്രം ഹങ് അസംബ്ലി പ്രൊഡിക്റ്റ് ചെയ്യുന്നു. അതനുസരിച്ച് ഒരു 18-20 സീറ്റുകൾ വരെ അതേഴ്സ് എന്ന കാറ്റഗറിക്ക് ലഭിക്കുന്നുകൊണ്ടാണ്. അവിടെയും ഇന്ത്യ മുന്നണി സഖ്യത്തിന് മേൽക്കൈ പറയുന്നില്ല, അവിടെയും ഒരു ഹങ് അസംബ്ലിയാണ്. ഇനി അങ്ങനെ ഹങ് അസംബ്ലി ആണെങ്കിലും BJP മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചാലും കൃത്യമായ ഭൂരിപക്ഷം ഒരു 30 സീറ്റിലധികമെങ്കിലുമുള്ള ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ അജിത് പവാർ ഫാക്ടർ അവിടെ റെലവൻ്റായി വരും. കാരണം പൊളിറ്റിക്കൽ സ്ക്രൂപ്പിൾസ്, രാഷ്ട്രീയ സദാചാരത്തിന് പേരുകേട്ട ആളൊന്നുമല്ല അനന്തരവൻ അജിത് പവാർ. ശരത് പവാറിൻ്റെ രാഷ്ട്രീയ തട്ടകത്തിൽ എല്ലാ അഭ്യാസങ്ങളും പഠിച്ച അജിത് പവാർ ഒരുപക്ഷെ മുഖ്യമന്ത്രി പദം മറുപക്ഷം ഓഫർ ചെയ്താൽ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ എന്ന ഒരു ചിന്ത പ്രബലമാണ്. പക്ഷെ കൂറുമാറ്റം വരില്ലേ ഇപ്പോൾ മുന്നണിയാവുമ്പോൾ? മുന്നണിയാണെങ്കിൽ കുറുമാറ്റം. അവിടെ പാർട്ടികളുടെ പിളർപ്പാണ് അതിനുള്ള മറുപക്ഷം. കാരണം അജിത് പവാർ എപ്പോഴും പാർട്ടികളെ പിളർത്തി, പാർട്ടിയുടെ പിളർപ്പ് ഒരു 80-90% MLA-മാരുമായി പിളർന്ന് മാറിക്കഴിയുമ്പോൾ പോസ്റ്റ് ഇലക്ഷൻ പിളർപ്പ് എന്ന് പറയുന്നത് പൂർവ്വഭാര നിരോധന പരിധിയിൽ വരില്ല. 50%-ലധികം പേര് പിളർന്ന് മാറിയാൽ. അപ്പം മഹാരാഷ്ട്രയാണ് സംസ്ഥാനമെന്ന് ഓർക്കണം, കേരളമല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം മാറ്റി നിർത്തിയാൽ കംഫർട്ടബിൾ മാർജിനുണ്ട്. പക്ഷെ അമിത്ഷായെ പോലെ ഒരു ചാണക്യന്റെ മുന്നിൽ ഇത് നടക്കുമോ? അവിടെയാണ് പൊളിറ്റിക്കൽ മാനേജ്മെന്റിന് ശ്രീ അമിത്ഷായേക്കാൾ മെച്ചപ്പെട്ട ഒരാൾ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് ഇല്ല എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, പൊളിറ്റിക്കൽ മാനേജ്മെന്റിനും BJP മുന്നണിക്ക് കഴിയും. അത് മാത്രമല്ല, ഇതേ തന്ത്രം ആവിഷ്കരിക്കാൻ മറുപക്ഷത്തെ ശിവസേനയെ പിളർത്താൻ സാധിക്കും. NCP ശരത് പവാർ വിഭാഗത്തെ പിളർത്താൻ സാധിക്കും. അശോക് ചവാനെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ പോലും പിളർത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സൂചിക എപ്പോഴും BJP പക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നു. അത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അങ്ങനെ തന്നെയാണ്. എന്ത് പറഞ്ഞാലും ഒരു കാര്യം വ്യക്തമാണെന്ന് തോന്നുന്നു. ഫട്നാവിസ് മിക്കവാറും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോവുകയും താവഡെ മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയായിട്ട് ഷിൻഡെയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്തുകൊണ്ട് മുന്നണിയെ നിലനിർത്താനായിരിക്കും ഒരു പക്ഷേ ഷിൻഡെയെ മാറ്റുക എന്നതൊരു സാഹസമാവും. കാരണം എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യുന്നറിയില്ല. ഷിൻഡെ മാറ്റാൻ സാധ്യതയില്ല. മാറ്റിയാൽ അത് ഒരു പക്ഷേ ഒരു പടലപിണക്കങ്ങൾക്ക് കാരണമാകും. കാരണം ഷിൻഡെ വളരെ ജനകീയനായ മുഖ്യമന്ത്രിയാണ്. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ഒരു താൽക്കാലിക അറേഞ്ച്മെന്റ് എന്ന നിലയിലാണ് ഷിൻഡെയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ വളരെ ജനകീയമായ ഒരു നിലപാടിലൂടെ ഷിൻഡെ വ്യക്തിപരമായ ഒരു ഇടം കണ്ടെത്തി. പക്ഷേ ഷിൻഡെയുടെ പാർട്ടിക്ക് ആ ഒരു ബലം ഉദ്ധവ് താക്കറേക്കാണോ ഷിൻഡെയ്ക്കാണോ ബലം? ഇവർ തമ്മിൽ അത് പാർലമെന്റ് തന്നെ വളരെ വ്യക്തമായിട്ട് വന്നു കഴിഞ്ഞു. സ്ട്രൈക്ക് റേറ്റ് മെച്ചമാണ്. ഷിൻഡെ പക്ഷത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് മത്സരിച്ചതിൽ 90% സീറ്റുകൾ അവർ ജയിക്കുകയാണ്. അതേസമയം മറ്റേ NCPക്ക് അങ്ങനെയല്ല. 4 സീറ്റിൽ മത്സരിച്ച് 1 സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ. അല്ല, അത് ഡോക്ടർ ജയപ്രസാദ് നേരത്തെ ചൂണ്ടിക്കാട്ടിയ ഒരു സംഭവം മഹാരാഷ്ട്രയിൽ വളരെ വ്യക്തമാണ്. ശിവസൈനികർ അവർ പൂർണ്ണമായും ഷിൻഡെയുടെ ഒപ്പമാണ്. അതേസമയം ബാൽ താക്കറയുടെ രാഷ്ട്രീയ ആദർശവും ഹിന്ദുത്വവും വെടിഞ്ഞിട്ടാണ് ഉദ്ധവ് താക്കറെ ഇവരോടൊപ്പം പോയതെന്നും പിന്നെ ഈ ശിവസേന ജിഹാദി കോൺഫ്ലിക്റ്റ് ഉള്ള മുഴുവൻ മേഖലകളിലും ഉദ്ധവിന് ഈ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകൾക്ക് കീഴടങ്ങേണ്ടി വന്നു എന്നുള്ളത് മഹാരാഷ്ട്രയിൽ നിർണായകമാണ്. തീർച്ചയായും ഇതൊരു നാച്ചുറൽ അലയൻസ് ആണ്. ഭാരതീയ ജനതാ പാർട്ടിയും അവിഭക്ത ശിവസേനയും തമ്മിലുള്ള അലയൻസ് നാച്ചുറൽ അലയൻസ് ആണ്. ഐഡിയോളജിക്കലി വളരെ സ്വാഭാവികമായ ഒരു മഹാരാഷ്ട്രയിൽ ഒരു പ്രത്യേകത വെച്ചാൽ ഇപ്പം മഹാരാഷ്ട്രയിൽ ഒരു കാലഘട്ടത്തിൽ ശരത് പവാർ ഒരു നിർണായക ശക്തിയായിരുന്നു, കിങ് മേക്കർ. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ കാണുന്നത് 2 കുടുംബങ്ങൾ, അതായത് ശിവസേന കുടുംബവും പവാറിന്റെ കുടുംബവും ഇന്ന് ഏറ്റവും ദുർബലമായി നിൽക്കുന്നവരാണ്. ഉദ്ധവിന്റെ കുടുംബവും അതായത് പഴയ ശിവസേന എന്ന് പറയുന്ന ശിവസേനയുടെയും അപ്പം പിന്നെ വരുന്ന കോൺഗ്രസ് ആണ് BJP ബദലായ 3ാമത്. പക്ഷേ പിന്നെ പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ ബാരാമതി ഉൾപ്പെടെയുള്ള മേഖലയിൽ പഞ്ചസാര കോഓപ്പറേറ്റീവുകളുടെ ആ ബെൽറ്റിൽ ശരത് പവാർ ഇപ്പോഴും പ്രബലം തന്നെയാണ്. അതുകൊണ്ടാണ് സുപ്രിയ സുലെ പരാജയപ്പെടുത്തിയത് സുനേത്ര പവാറിനെയാണ്. അജിത് പവാറിന്റെ ഭാര്യയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പ്രശ്നം അവരുടെ കുടുംബത്തിനകത്തുള്ള ശൈഥില്യമാണ് ആ പാർട്ടിയെ 2ആക്കി മാറ്റിയത്. അപ്പോൾ നമ്മൾ ഒരു കുടുംബത്തിന് എത്രയൊക്കെ ആധിപത്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി വെർട്ടിക്കലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും ഭൂരിപക്ഷം MLA-മാർ ഈ ഭാഗത്തേക്ക് പോകുന്ന സാഹചര്യം ഒരിക്കലുണ്ടായി. ഇപ്പം ഇനി വരുന്നതെന്ന് വെച്ചാൽ ഇത് വളരെ ഫ്ലെക്സിബിളാണ് NCP മെമ്പേഴ്സ്. ഇപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തിൽ ഏത് കക്ഷിയാണോ 1ാം സ്ഥാനത്ത് വരുന്നത് 100+ MLA-മാരുണ്ടാകുന്ന ആ രാഷ്ട്രീയ പാർട്ടിയായിരിക്കും അവിടുത്തെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. തീർച്ചയായും. രണ്ടാമത് BJPയുടെ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ മറ്റ് തരത്തിലുള്ള സപ്പോർട്ട് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
മറ്റൊന്ന് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് കോൺഗ്രസിന് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. കോൺഗ്രസിന് ആ തരത്തിൽ കമാൻഡ് ഇല്ല, കോൺഗ്രസിന് ലീഡർഷിപ്പ് ഇല്ല. നാനാ പട്ടോളെ ചില ചലനങ്ങൾ വിദർഭ മേഖലയിൽ ഉണ്ടാക്കി എന്ന് കരുതുന്നവരുണ്ട്. വിദർഭ നാഗ്പൂർ സ്ഥിതി ചെയ്യുന്ന ഇടമാണ്, RSSന്റെ കേന്ദ്രമാണ്. പക്ഷേ നാഗ്പൂരിന് പുറമേ ഉള്ള വിദർഭ മേഖലയിലെ RSSന്റെയും BJPയുടെയും ശക്തി ഈ തെരഞ്ഞെടുപ്പിൽ വെളിവാക്കപ്പെടേണ്ട ഒന്നുകൂടിയാണ്. RSSന്റെ പ്രവർത്തനം ഫിറ്റ്നാസ് വരുന്നത് ആ മേഖലയിൽ നിന്നാണ്. അല്ല, RSSന്റെ പ്രവർത്തനത്തിനെ നമ്മൾ BJPയുടെ വിജയവും RSSുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSS ശാക്തീകരിച്ച കേരളമാണ്. കേരളത്തിൽ BJPക്ക് 3-4% വോട്ട് ലഭിക്കുന്ന സമയത്തും RSS ശക്തമാണ്. അതുകൊണ്ട് RSSനെ നമ്മൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് രാഷ്ട്രീയ ചർച്ചയിൽ കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ല, പക്ഷേ RSSന്റെ ഒരു സഹകരണത്തിന്റെ തോത് എത്ര ആയിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന. എന്നാൽ ഹരിയാനയിലേക്ക് വന്നപ്പോൾ RSSന്റെ മെഷീനറി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അത്ഭുതകരമായ മാറ്റമുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ചലനം മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ ഹരിയാനയെക്കാളും വളരെ ശക്തമായ രീതിയിലുള്ള ഇപ്പോൾ RSS എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമല്ല, ഒരു പരിവാർ എന്ന് പറയുമ്പോൾ ഡസൻ കണക്കിന് പ്രസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പം ആ എല്ലാ സംഘടനകളുടെയും ശക്തമായ ഒരു 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 പ്രവർത്തനവും സഹകരണവും കൂടെ അവിടെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് അവിടെ മേൽക്കൈ കിട്ടുമെന്നുള്ളതിന് സംശയമില്ല. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾക്ക് മറുഭാഗത്ത് നിൽക്കുന്ന പാർട്ടികൾ, അത് ശിവസേനയാണെങ്കിലും NCP ആണെങ്കിലും NCPയുടെ 2 ഘടകങ്ങളും ശിവസേനയുടെ 2 ഘടകങ്ങളും കോൺഗ്രസും ഇന്ത്യയിൽ ഏറ്റവും ദുർബലമായ സ്റ്റേറ്റാണ്. കാരണം ഞാൻ അശോക് ചവാനെ പോലെയുള്ള ഒരാളെ, അത്രയും ശക്തമായ കുടുംബ പാരമ്പര്യമുള്ള ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ഒരാളെ BJPക്ക് കൊണ്ടുവരാൻ കഴിയുന്നൊരു സ്റ്റേറ്റിൽ ഏതൊരാളെയും കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് BJPക്ക് ആ തരത്തിലുള്ള പൊളിറ്റിക്കൽ മാനിപ്പുലേഷന് സ്കോപ്പുണ്ട്. ഞാനിവിടെ ചർച്ച ചെയ്യുന്ന പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ അല്ല. ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധി, ഈ തെരഞ്ഞെടുപ്പ് ജനവിധി ഒരു BJP നയിക്കുന്ന സർക്കാർ, ഞാൻ മുഖ്യമന്ത്രിയുടെ കാര്യം ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല, അത് പാർട്ടിപരമായ ഇലക്ഷന് ശേഷമുള്ള ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധി ഒരു BJP അനുകൂല മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നതായിരിക്കും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. മാത്രമല്ല, എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ള അന്വേഷണത്തിലും സാധാരണ ജനങ്ങൾക്ക് ഗവൺമെൻറ്റിനെതിരെ ഒരു അതൃപ്തിയില്ല. പക്ഷേ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് സോയാബീൻ കർഷകർ, നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്ന തരത്തിൽ ചില കാര്യങ്ങൾ സോയാബീൻ, അത് കാലാകാലങ്ങളിൽ കർഷകരുടേതായ പ്രശ്നങ്ങളുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഈ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പോലെയല്ലല്ലോ. അവിടുത്തെ കർഷകരെന്ന് പറയുന്നത് വലിയ വൻകിട കർഷകർ. നമ്മൾ ഈ കോളേജിലൊക്കെ പോകുമ്പോഴേ ഈ കർഷക മുതലാളിമാരെന്ന് പറയാൻ പറ്റും. ആ തരത്തിലുള്ള ആഠ്യത്വമുള്ള സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന വിഭാഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പലപ്പോഴും ഇലക്ഷനെ സ്വാധീനം, ഉള്ളിയുടെ വിഷയം വരാറുണ്ട് പലപ്പോഴും, അത് കയറ്റുമതിയുമായി ബന്ധപ്പെട്ടും മറ്റൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു ഇന്നത്തെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷൻ, നമ്മൾ നേരത്തെ പാലക്കാട് ചർച്ച ചെയ്യുന്നത് പോലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് മുന്നണിക്ക് അനുകൂലമായ ഒരു ജനാഭിപ്രായം അവിടെ ഇല്ല. അതേസമയം ഗവൺമെൻറ് വിരുദ്ധമായ ഒരു ജനാഭിപ്രായം അവിടെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തെ അല്ലെങ്കിൽ വിശേഷം കഴിഞ്ഞ ഒരു 7-8 മാസത്തെ പ്രവർത്തനം കൊണ്ട് വലിയൊരു മാറ്റം. ഉദാഹരണത്തിന് മധ്യപ്രദേശിൽ എങ്ങനെയാണോ ശിവരാജ് ചൗഹാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത ലാസ്റ്റ് സ്റ്റേജിൽ ചെയ്തത്, അതുപോലെ, കാരണം നമ്മളിപ്പോൾ മധ്യപ്രദേശിൻ്റെ അതേ കൾച്ചർ തന്നെയാണ്, വെസ്റ്റേൺ മധ്യപ്രദേശിൻ്റെ കൾച്ചർ തന്നെയാണ്. ഈ ആഹാരമാണെങ്കിലും എല്ലാം ഈ മഹാരാഷ്ട്രയിൽ വിശേഷം വിദർഭ എല്ലാം തന്നെ ആ ഒരു വളരെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ആ ഒരു ഇത് സൊസൈറ്റിയിൽ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഈ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ജനങ്ങൾ, വിശേഷിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2.5 കോടി സ്ത്രീകളെന്ന് പറയുമ്പോൾ അതിൻ്റെ കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യക്തി മാത്രമല്ല, കുടുംബത്തിലാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. അത് നമ്മൾ കേരളം പോലെയല്ല, അത് വളരെ ശക്തമായ സ്വാധീനം അതിലൂടെ ഉണ്ടാക്കും. മാത്രമല്ല, അവിടെ വികസനപരമായിട്ട് ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മഹാരാഷ്ട്ര മൊത്തത്തിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഒരു മിഡിൽ ക്ലാസ് എബോ ആൾക്കാർക്ക്, ഇപ്പം ബോംബെ ബെൽറ്റ് എടുക്കുക, അപ്പം ഒരു ഡെവലപ്മെൻറ്റൽ ഇഷ്യൂവിൻ്റെ പേര് പറഞ്ഞ് ഗവൺമെൻറ്റിനെ കുറ്റം പറയാൻ പറ്റില്ല. ആ തരത്തിലുള്ള വികസനം ബോംബെയിലുണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചില കമ്പനികൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്തിൽ പോയി എന്ന് പറഞ്ഞിട്ട് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അതല്ല, ഇപ്പോൾ വികസനപരമായി നോക്കുമ്പോഴും മഹാരാഷ്ട്രയിൽ ഉണ്ടായതുപോലെയുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറൽ ഗ്രോത്ത് മറ്റൊരു സ്റ്റേറ്റിലും ഉണ്ടായിട്ടില്ല. അല്ല, ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു ഘടകം, കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇത്തവണ മഹാരാഷ്ട്രയിലുണ്ടായത്. ഏതാണ്ട് 66%. 95-ൽ
71.7 ഇതിന് മുമ്പുണ്ടായ ഏറ്റവും ഹയസ്റ്റ് പോളിംഗ്. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് അത് എങ്ങനെ കാണും? ഈ പോളിംഗ് ശതമാനം കൂടി വരുന്നത് ഒരു പരിധിവരെ ആൻറ്റി ഇൻകംബൻസി ഇഫക്റ്റ് കൂടി കൊണ്ടാവാം. അത് പല മേഖലയിൽ പലതായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മുംബൈ കൊങ്കൺ മേഖല ഒരുപക്ഷെ അത് BJP ശിവസേന അനുകൂല മേഖലയാണ്. അതേസമയം മധ്യ മഹാരാഷ്ട്രയിലേക്കും പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലേക്കും പ്രത്യേകിച്ച് ഷുഗർ കോഓപ്പറേറ്റീവ്സ് ഒക്കെയുള്ള മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വളരെ വലിയ വോട്ട് വളർച്ച ഒരുപക്ഷെ NCP ശരത് പവാർ വിഭാഗത്തെ ഭാഗികമായി സഹായിച്ചേക്കാം. ഓർക്കൂ, അവിടെ 35ഓളം മണ്ഡലങ്ങളിൽ ശരത് പവാറിൻ്റെ NCPയും അജിത് പവാറിൻ്റെ NCPയും തമ്മിൽ നേരിട്ട് മത്സരമാണ്. അതുപോലെ വിദർഭ മേഖലയിൽ വലിയ തോതിൽ കോൺഗ്രസും BJPയും തമ്മിൽ മത്സരത്തിലാണ്. മൊത്തം മഹാരാഷ്ട്രയിൽ 75 സീറ്റുകളിലാണ് കോൺഗ്രസ് വേഴ്സസ് BJP മത്സരമുള്ളത്. അതുപോലെ 45 സീറ്റുകളിൽ ഷിൻഡെ സേനയും ഉദ്ധവ് സേനയും തമ്മിലുള്ള മത്സരമാണ്. ഇതുകൊണ്ട് ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്നത് വളരെ വിസ്തൃതമാണ്. റീജിയണൽ വൈസ് ഡെവലപ്മെൻറ്റും മുംബൈ പൂനെ മേഖലയിലെ വികസനത്തോടെ ചേർത്ത് വെക്കാനാവില്ല വിദർഭയിലെ മറ്റ് പിന്നാക്ക മേഖലയിലെ വികസനം. അതുകൊണ്ട് ഈ വികസനം എല്ലായിടത്തും ഈ മഹാരാഷ്ട്രയിൽ പൊതുവെ കാണുന്നു എന്ന് പറയുന്ന വികസനം എല്ലായിടത്തേക്കും എത്തിയെന്ന് കൃത്യമായി നമുക്ക് പറയാനാവില്ല. ഹൈവേ വികസനം ഉണ്ടായിട്ടുണ്ട്. നിതിൻ ഗഡ്കരിയുടെ ഒരു പ്രത്യേക താല്പര്യവും അതിനകത്ത് ഉണ്ടെന്ന് ഓർക്കണം. പക്ഷേ ഇതിനെ വോട്ടായി കാണുന്നത് ഒരു വർദ്ധിച്ച പോളിംഗ് ശതമാനം, ഞാൻ ആലോചിക്കാതിരുന്നില്ല, വർദ്ധിച്ച പോളിംഗ് ശതമാനം ഒരു പക്ഷേ ഒരു ചെറിയ ആശ്വാസം. അവർ ജയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യ മുന്നണിയുടെ മഹാരാഷ്ട്ര ഘടകമായ മഹാവികാസ് അഗാദി ലെസ് കൺസോളിഡേറ്റഡ് ആണ്. സ്വാഭാവിക മുന്നണിയാണ് മറുപക്ഷത്ത്. ഇപ്രാവശ്യത്തെ ഇത് സ്വാഭാവിക മുന്നണിയല്ല. ഇവിടെ 3 കക്ഷികൾക്കും വ്യത്യസ്തമായ അജണ്ടകളാണുള്ളത്. അതുകൊണ്ട് ഒരു ഭവന കേന്ദ്രീകൃതമായ, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉദ്ധവ് താക്കറെയുടെ കുടുംബം, ശരത് പവാറിൻ്റെ കുടുംബം, അതിനൊക്കെ പ്രാധാന്യം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു നാഴി മറ്റൊരു നാഴിയിൽ ഇറങ്ങാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ഇന്ത്യ മുന്നണി പ്രത്യേകിച്ച് മഹാവികാസ് അഗാദി മുന്നേറുമ്പോൾ ഈ വോട്ട് ട്രാൻസ്ഫർ വളരെ സ്മൂത്തായി നടക്കാനുള്ള സാധ്യത കുറവല്ല. മാത്രമല്ല തർക്കമുണ്ടായിരുന്നു, സീറ്റ് തർക്കം. അല്ല, ശരത് പവാർ നേരിട്ട് തന്നെ ഉദ്ധവ് താക്കറെക്കെതിരെ പ്രസ്താവന ഇറക്കി. ഉദ്ധവ് താക്കറെ പറഞ്ഞു സീറ്റ് കുറഞ്ഞാലും ഞങ്ങളായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെയല്ല, അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആലോചിക്കാമെന്ന് പറഞ്ഞു. പിന്നെ സീറ്റിന്റെ കാര്യത്തിലുണ്ടായ തർക്കം അടിയായിരുന്നു. രാഹുൽ ഗാന്ധി ഏറ്റവും കുറച്ച് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു പൊതുവേദികളിൽ. ഈ രാഹുൽ ഗാന്ധിയുടെ വേണ്ട രീതിയിൽ, അത് ജാർഖണ്ഡിലായിട്ട് മഹാരാഷ്ട്രയിലായിട്ട് രാഹുൽ ഗാന്ധി അത്ര സജീവമായിരുന്നില്ല എന്ന ഒരു നിരീക്ഷണം കൂടി എനിക്കുണ്ട്. ഇവിടെ തർക്കങ്ങളുടെ കാര്യം പറയും, മറുപക്ഷത്തും അജിത് പവാറിനെ വേണ്ട പോലെ ഉൾക്കൊണ്ടില്ല എന്നൊരു പരിഭവം അജിത് പവാറിനുണ്ട്. ഈ BJPയുടെ കോർ സ്കീം ഓഫ് തിങ്സിൽ അജിത് പവാറിന്റെ വിശ്വാസ്യത ഒരു വിഷയമായി നിൽക്കുന്നു. അല്ല, അതിന്റെ കാരണമുണ്ട്. അജിത് പവാറിന്റെ പേരിലുള്ള അഴിമതി ആരോപണവും ബാക്കിയുള്ള കാര്യങ്ങളും BJPക്ക് ബാധ്യതയാണോ എന്നുള്ളൊരു വികാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ബാധ്യത സീറ്റുകളുടെ എണ്ണത്തിൽ പ്രതിഫലിച്ചു. 31-17 കുറെ മാറാനുള്ള കാരണവും അജിത് പവാറിന്റെ വരവാണ്. കോൺഗ്രസിന്റെ പഴയ കാലത്തുള്ളതുപോലെ ഒരു മുസ്ലിം ദളിത് അല്ലെങ്കിൽ നമ്മളെ മറാഠ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതൊന്നും ഇനി വിജയിക്കില്ല. ബദലായിട്ടുള്ള പോളറൈസേഷൻ വരുന്നുണ്ട്. ഹരിയാനയിൽ സംഭവിച്ച ഒരു അബദ്ധമുണ്ട്. ജാട്ടുകൾ, ഗുസ്തി താരങ്ങൾ, കർഷക പ്രക്ഷോഭം, ഇതിന്റെ എല്ലാം തേരിലേറി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരാമെന്ന കോൺഗ്രസിന്റെ മോഹം അത് പൊലിഞ്ഞതുപോലെ ഇവിടെ മറാഠകൾ, മുസ്ലിങ്ങൾ, ദളിതുകൾ. നോക്കൂ, മറാഠകൾ ഒരു പക്ഷേ ഇപ്രാവശ്യം കോൺഗ്രസിന് അനുകൂലമായ ഒരു നല്ല പങ്ക് നിന്നേക്കാം. പക്ഷേ മറുപക്ഷത്തെ OBC കൺസോളിഡേഷൻ വളരെ വലിയ തോതിൽ BJP ഇതര വോട്ടുകൾ 28%. മറാഠ സംവരണം ഒരു ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ശിവജിയുടെ ലെഗസി, ആ പൈതൃകം കൺസോളിഡേറ്റ് ചെയ്യുന്നത് BJPയും ഷിൻഡെയുമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ബീറ്റ് ചെയ്യാൻ ഉള്ള ഒരു പൊളിറ്റിക്കൽ, നേരത്തെ ഒരു ഹിന്ദു പോളറൈസേഷൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാറില്ല. ഇന്ന് എവിടെയെങ്കിലും ഒരു ന്യൂനപക്ഷ കേന്ദ്രീകരണം വരികയാണെങ്കിൽ ബദലായിട്ടുള്ള പോളറൈസേഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പഴയകാല രാഷ്ട്രീയത്തിലുണ്ടായ അഡ്വാൻറ്റേജ് ഇനി മുന്നോട്ട് പോകണമെന്നില്ല. കാരണം സമാന്തരമായിട്ടുള്ള ഇപ്പം കേരളം തന്നെ കേരളത്തിൽ പോലും മാറിക്കഴിഞ്ഞു എന്നുള്ളത്. കാരണം ഇപ്പം നമ്മളിപ്പം മുനമ്പം വിഷയം വന്നപ്പോൾ നമ്മളാരും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് കേരളത്തിലൊരു പുതിയ ചർച്ച നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണാം. പുതിയൊരു ചർച്ച വരുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ ന്യൂനപക്ഷത്തെ പീഡിപ്പിച്ചുകൊണ്ടും പീഡന രാഷ്ട്രീയത്തിലൂടെ ഇനി കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയും. രണ്ടാമത് കോൺഗ്രസിൻ്റെ നിലവിലുള്ള ആ നേതൃത്വം, അത് ഒരു പരമ്പരാഗതമായി അവർ പിന്തുടരുന്ന ഒരു നേതൃത്വം ഉണ്ടല്ലോ. അപ്പോൾ ആ നേതൃത്വത്തിൻ്റെ തലത്തിലുള്ള മാനേജ്മെൻറ്റാണ് ഇപ്പോഴും ഇന്ത്യയിൽ നടക്കുന്നത്.
പക്ഷേ കാലത്തിനനുസരിച്ചുള്ള മാറ്റം BJP ഉൾക്കൊള്ളുന്നു. ഒന്ന്, പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റ് എഫക്റ്റീവ് ആകുകയും ഗ്രാസ് റൂട്ട് തലത്തിൽ സംഘ പ്രസ്ഥാനങ്ങളെല്ലാം ഒരേപോലെ കൊണ്ടുവരാനും അതുപോലെ താഴെത്തട്ടിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും വികസനത്തിലൂടെ ഈ നമ്മുടെ ആസ്പിരൻ്റ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് ആളുകളെ ഒരു ഭാഗത്ത് കൊണ്ടുവരാനും അങ്ങനെ സമൂഹത്തിൻ്റെ സമസ്ത മേഖലയിലും ഒന്നിച്ചു കൊണ്ടുവരാനുള്ളൊരു ശ്രമം BJP നേതൃത്വത്തിൽ അവിടെ നടക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു പ്രതിഫലനമുണ്ട്. അപ്പം പരമ്പരാഗതമായി നമ്മൾ അനലൈസ് ചെയ്യുന്ന ക്ലാസ്, കാസ്റ്റ്, കമ്മ്യൂണൽ ആംഗിളിൽ നിന്നുള്ള വോട്ടിംഗ് ബിഹേവിയർ ആയിരിക്കില്ല ഇത് വേണം. അതുണ്ടാവും, തീർച്ചയായിട്ടും അതുണ്ടാവും. BJP മുന്നണി ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ, ഞാൻ എക്സിറ്റ് പോളിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. എക്സിറ്റ് പോളിൽ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും എൻ്റെ നിരീക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകരായിട്ടുള്ളവരും മറ്റു പലരിൽ നിന്നുമുള്ള നമ്മുടെ നിരന്തരമായ സമ്പർക്കത്തിലൂടെ കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്നുള്ള ഒബ്സർവേഷൻ എന്ന് പറയുന്നത് BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട്. അത് ഒരു വലിയ തരംഗമെന്ന് ഞാൻ പറയുന്നില്ല തിരഞ്ഞെടുപ്പിൻ്റെ. പക്ഷേ BJPക്ക് അനുകൂലമായ BJP ഗവൺമെന്റ് രൂപീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. മഹായുതി സഖ്യത്തിന് ഒരു മേൽക്കൈ ഉണ്ട് എന്ന് എക്സിറ്റ് പോളുകൾ പറയുമ്പോൾ, എക്സിറ്റ് പോളുകളെ അല്ല ഞാനും വിശ്വസിക്കുന്നത്, സാറിനെ പോലെ ഞാനും വിശ്വസിക്കുന്നത് എക്സിറ്റ് പോളുകളെ അല്ല, മറിച്ച് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി, ഒരു ആൻറ്റി ഇൻകംബൻസി പരിമിതമായ തോതിലാണ്. പ്രത്യേകിച്ച് ലാഡ്കി ബഹൻ പദ്ധതിയുടെയൊക്കെ ഒരു ഫലം ജനങ്ങളിലേക്ക് എത്തുന്ന സ്ഥിതിക്ക് തീർച്ചയായും രാഷ്ട്രീയമായ ഒരു മേൽക്കൈ മഹായുതി സഖ്യത്തിനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ വിജയിച്ചു വരുന്ന മഹായുതി സഖ്യത്തിൽ ആരാവും മുഖ്യമന്ത്രി എന്നോ, മുഖ്യമന്ത്രി പദത്തിൽ തട്ടി 5 വർഷം മുൻപ് 2019 സംഭവിച്ചതിൻ്റെ മറ്റൊരാവർത്തനം ഉണ്ടാകില്ല എന്നോ ഉറപ്പ് പറയാൻ എനിക്കാവില്ല. അത് നമുക്ക് നോക്കാം. അപ്പോൾ ജാർഖണ്ഡിൽ നമ്മൾ ഇതിൻ്റെ തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ ജാർഖണ്ഡിനെ പോകുമ്പോൾ മഹാരാഷ്ട്രയും ജാർഖണ്ഡും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്ത 2 സംസ്ഥാനങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിഭവങ്ങളുള്ളൊരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്, ധാതു വിഭവങ്ങളുള്ള സംസ്ഥാനം. പക്ഷേ വികസനത്തിൻ്റെ ലെവലിൽ നോക്കുമ്പോൾ ജാർഖണ്ഡ് ആ തരത്തിൽ വന്നിട്ടില്ല. പക്ഷേ ഇന്നും ആദിവാസി മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ മേൽക്കോയ്മയുള്ള സ്ഥലമാണ്. BJPയുടെ ഏറ്റവും ശക്തി കേന്ദ്രമാണ്. സംസ്ഥാന രൂപീകരണം മുതൽ തന്നെ BJPക്ക് ശക്തമായ അടിത്തറ, എല്ലാ തിരഞ്ഞെടുപ്പിലും 1ാം സ്ഥാനത്ത് തന്നെയാണ് BJP അവിടെ വരിക വോട്ടിങ്ങിൻ്റെ നിലവാരം നോക്കുമ്പോൾ. പക്ഷേ അവിടുത്തെ വിഷയം, നമ്മൾ 2014 BJP നോൺ ട്രൈബൽ മുഖ്യമന്ത്രിയെ പരീക്ഷിച്ചു, രഘുബീർ ദാസിനെ 5 വർഷം അദ്ദേഹം ഭരിച്ചു. അത് ഒരു പരിധിവരെ BJPയുടെ ഭാവി അവിടെ ദുർബലമാക്കി. അപ്പം സമാന്തരമായിട്ട് അവിടെ നേരത്തെ തന്നെ BJPയുടെ, അതായത് അവിടുത്തെ ആദിവാസി മുഖം അതിപ്പം റിസോൾവ് ചെയ്തിട്ടുണ്ട്. ബാബുലാൽ മരാൻ അദ്ദേഹം പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും അതുപോലെ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയനും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയായിട്ട് അലയൻസിലല്ലായിരുന്നു, ഒറ്റയ്ക്ക് മത്സരിച്ചാണ്ട് 70ഓളം മണ്ഡലങ്ങളാണ് മത്സരിച്ചിരുന്നു. BJPയും ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. ഇത്തവണ കുറച്ചുകൂടെ മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. ഘടകകക്ഷിയാണ്. മാത്രമല്ല ആ ആദിവാസി മുഖത്തിലേക്ക് BJP മടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം ജാർഖണ്ഡിൻ്റെ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 5 വർഷത്തിൽ നിന്ന് BJP പാഠം ഉൾക്കൊള്ളുകയും BJPയുടെ അടിത്തറ സുശക്തമായത്, ഒന്ന് ആദിവാസി മേഖലയിൽ BJP നേരത്തെ ശക്തമായിരുന്നു, മാത്രമല്ല മറ്റ് വനവാസി വികാസ് കേന്ദ്രം പോലെയുള്ള സകല സംഘപ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ അടിത്തറയുള്ളൊരു സ്റ്റേറ്റാണ്. അതിന് സമാന്തരമായിട്ട് നോൺ ആദിവാസി മേഖലയിലും BJPക്ക് ശക്തമായ അടിത്തറ ഉണ്ട്. അത് BJP നിലനിർത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 14 സീറ്റിൽ 9 സീറ്റ് BJPക്ക്, 5 സീറ്റ് UPക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം വന്നു. പക്ഷേ ആ നിലവാരത്തിൽ നമ്മൾ വോട്ട് നോക്കുമ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നമ്മുടെ മുന്നണി രാഷ്ട്രീയത്തിൽ BJPയുടെ മുന്നണിയില്ലായിരുന്നു, ദുർബലമായിരുന്നു, ഡിവൈഡഡ് ആയി പോയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ബൈപോളർ പൊളിറ്റിക്സാണ് ജാർഖണ്ഡിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടും ഈ നിലവിലുള്ള ഭരണമുന്നണിയുടെ അഴിമതിയും മുഖ്യമന്ത്രി ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നതും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ് കുറേ ചില കാര്യങ്ങളിൽ സാമ്പത്തികമായിട്ടും മറ്റൊക്കെ ഫ്രീ ബീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായിട്ട് ജാർഖണ്ഡ് വരുള്ളൂ. ഈ ചമ്പൈ സോറൻ്റെ വരവ്, ചമ്പൈ സോറനാണ് സത്യത്തിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ ബാക്ക് ബോൺ എന്ന് പറയാം. അതും കൂടെ BJPയുടെ സാധ്യത കൂട്ടുകയല്ലേ ചെയ്യുന്നത്? ട്രൈബൽ പൊളിറ്റിക്സിനെ മാറ്റി നിർത്തി ജാർഖണ്ഡിനെ നമുക്ക് വിശ്വസിക്കാമില്ല. 22% ട്രൈബൽ പോപ്പുലേഷനുള്ള ഒരു സംസ്ഥാനം, ഒരു ട്രൈബൽ സംസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം.
നിരന്തരം ട്രൈബൽ മുഖ്യമന്ത്രിമാരെ മാറി മാറി പരീക്ഷിച്ചു രണ്ട് മുന്നണികളും. രഘുബീർ ദാസ് മാത്രമാണ് കാലാവധി പൂർത്തിയാക്കിയ ഏക മുഖ്യമന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം. അത് നോൺ ട്രൈബൽ വിഭാഗത്തിലാണ്. ഇവിടെ ചമ്പൈ സോറൻ ഷിബു സോറൻ്റെ അനുയായിയാണ്. ഷിബു സോറൻ്റെ മകൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറൻ്റെ വലങ്കയായി പ്രവർത്തിച്ചിരുന്ന ആളെ തൽക്കാലത്തേക്ക് സിംഹാസനം അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം വനവാസത്തിന് പോവുകയാണ്. അദ്ദേഹം അഴിക്കുള്ളിലേക്ക് പോവുകയാണ് മുഖ്യമന്ത്രി സോറൻ, ഹേമന്ത് സോറൻ. ആ സമയത്ത് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ കേജ്രിവാൾ കാട്ടിയ ഒരു മാന്യതയെങ്കിലും കാട്ടാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നത് വലിയ ഒരു പോരായ്മയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി പദം ചമ്പൈ സോറനിൽ നിന്നും പിടിച്ചു വാങ്ങിയത് ചമ്പൈ സോറൻ എന്ന വ്യക്തിയെ മാത്രമല്ല, ആദിവാസി വിഭാഗത്തിലെ ഒരു വിഭാഗത്തെ, ചമ്പൈ സോറനെ വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗത്തെയും എതിരാക്കി. നോക്കൂ, 28 മണ്ഡലങ്ങളാണ്, 81 മണ്ഡലങ്ങളിൽ 28 മണ്ഡലങ്ങളാണ് ജാർഖണ്ഡിൽ റിസർവ്ഡ് ഷെഡ്യൂൾ ട്രൈബ് റിസർവ് ആദിവാസി ഗോത്രങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്ത മണ്ഡലങ്ങൾ. അവിടെ 25 മണ്ഡലങ്ങളിലും പിന്നെ ഇന്ത്യ സഖ്യം, അതായത് ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസുമാണ്. ആ മണ്ഡലങ്ങളിൽ ഇപ്പോഴും JMMൻ്റെ സാന്നിധ്യം തള്ളിക്കളയാനാവില്ല. ചമ്പൈ സോറൻ ഇഫക്റ്റ് എത്രത്തോളം ആ മണ്ഡലങ്ങളെ ബാധിക്കുന്നു എന്നതാണ് ഇവിടെ കഥലായ വിഷയം. മറുഭാഗത്ത് നോൺ റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസിൽ തീർച്ചയായും BJPക്ക് ഒരു എഡ്ജുണ്ട്. ഈ എഡ്ജിനെ മറികടക്കാൻ ഈ സോറൻ ഇഫക്റ്റും, അതായത് ചമ്പൈ സോറൻ ഇഫക്റ്റും ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ, ഇത് രണ്ടും ചേർന്നാൽ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് BJP മുന്നണിക്കുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഈ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന കണക്കുകൾ മിക്ക അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളും സൂചിപ്പിക്കുന്നത് ഒരു കംഫർട്ടബിൾ മാർജിനിൽ BJP, ഒരു എക്സിറ്റ് പോൾ മാത്രമാണ് ആക്സിസ് മൈ ഇന്ത്യ ആണെന്ന് തോന്നുന്നു, ഒരു എക്സിറ്റ് പോൾ വളരെ വലിയ മാർജിൻ ഇന്ത്യ മുന്നണിക്ക് അവിടെ കൊടുക്കുന്നു. പക്ഷേ അതിൻ്റെ ബേസ് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഭരണവിരുദ്ധ വികാരം ഒരു വശത്തുണ്ട്, പക്ഷേ ഒരു സഹതാപ വോട്ടും നമുക്ക് തള്ളിക്കളയാനാവില്ല. അഴിക്കുള്ളിലായിപ്പോയ ഹേമന്ത് സോറനോടുള്ള ഒരു സഹതാപം. പക്ഷേ ചമ്പൈ സോറനെ മാറ്റിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സ്ഥിതി വ്യത്യാസം ഇതാവുമായിരുന്നില്ല. അതല്ല, വേറൊരു അനുകൂല ഘടകം BJP ഉണ്ടായത്, നമ്മളിപ്പോൾ 2006 ശേഷം ബാബുലാൽ മറാണ്ടി BJP വിട്ടുപോയി. അതായത് BJPയുടെ ആദിവാസി മുഖ്യമന്ത്രിയും ആയിരുന്ന ഒരാൾ പാർട്ടി വിട്ടുപോയും പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുകയും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എല്ലാ മണ്ഡലങ്ങളിലും മത്സരിച്ചു. അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ പറഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ 8.3%, 8.33% വോട്ട് നേടിയത്. അപ്പോൾ ആ വോട്ട് അവർ 2 സീറ്റാണ് ജയിച്ചത്. അതുപോലെ തന്നെയാണ് ബാബുലാൽ മറാണ്ടിയുടെ പാർട്ടിയും BJPയുടെ വോട്ട് ബാങ്കിനെയാണ് അഫക്റ്റ് ട്രൈബൽ. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ടത് BJP ഭാഗത്ത് ആൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ സോറന്റെ വരവ് പ്ലസ് BJPയുടെ പരമ്പരാഗതമായ ആദിവാസി മുഖമാണ് BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും നേതൃത്വ സ്ഥാനത്തേക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദിവാസി മേഖലയിലെ പരമ്പരാഗതമായ JMMനുള്ളതുപോലെ തന്നെ BJPക്കും ശക്തി കേന്ദ്രമായിരുന്നു. പക്ഷേ BJPയുടെ സമ്പന്നരായ നേതാക്കൾ പാർട്ടി വിട്ടു പോവുകയും പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് അവർ പല തെരഞ്ഞെടുപ്പുകളിലും ഒറ്റയ്ക്ക് എല്ലാ മണ്ഡലങ്ങളിലും മത്സരിച്ചിട്ടുണ്ട്, വളരെയധികം ഡാമേജ് BJP ചെയ്തിരുന്നു. അപ്പോൾ ആ വിഷയങ്ങളെല്ലാം ഇപ്പോൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഫക്റ്റീവ് പൊളിറ്റിക്കൽ മാനേജ്മെന്റ് BJP ഈ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ നടത്തിയിട്ടുണ്ട്. വിശേഷിച്ചും ആദിവാസി ഗോത്ര മേഖലകളിൽ വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യാത്ത തരത്തിലേക്ക് വ്യത്യസ്ത JMMൻ്റെ ഒരു ഭാഗം ആൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ നേരത്തെ പറഞ്ഞ 8% വോട്ട്, BJPയുടെ തന്നെ ട്രൈബൽ ഫേസിൻ്റെ മുൻനിര, ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും BJPക്ക് വളരെ അനുകൂലമായ സാഹചര്യം ഇന്ന് ജാർഖണ്ഡിലുണ്ട്. നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒറ്റ ചോദ്യം. ഈ 2 തെരഞ്ഞെടുപ്പുകളിൽ കൂടി BJP അഥവാ NDA സഖ്യം ഈ സർവേകൾ പറയുന്നത് പോലെയുള്ള ഒരു വൻ മുന്നേറ്റം നടത്തിയാൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ? ദേശീയ രാഷ്ട്രീയത്തിൽ മോദി സർക്കാരിന് ദൗർബല്യം എന്തെങ്കിലും ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമെങ്കിലും ഉണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച ഒരു നമ്പറിലേക്ക് എത്താൻ, സീറ്റുകളുടെ എണ്ണത്തിലെങ്കിലും ഉദ്ദേശിച്ച നമ്പറിലേക്ക് എത്താൻ BJPക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും കഴിഞ്ഞില്ല. ഇവിടെ അതിനുശേഷം വരുന്ന മേജർ ഫാക്ടറാണ് ആദ്യം വന്ന ഹരിയാന, ജമ്മു ആൻഡ് കാശ്മീർ തെരഞ്ഞെടുപ്പ്. അവിടെ ഭേദപ്പെട്ട പ്രകടനമാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ പോലും BJP ഭരണത്തിലെത്തിയില്ലെങ്കിൽ പോലും ഹരിയാനയിൽ ഭരണത്തിലെത്തി. അപ്പോൾ അവിടെ 5-5 എന്ന നിലയിൽ സീറ്റ് ഉണ്ടായിരുന്നത് BJPക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നവർ, നല്ല കംഫർട്ടബിൾ മാർജിൻ. മഹാരാഷ്ട്രയും ജാർഖണ്ഡും ഈ ദേശീയ ജനാധിപത്യ സഖ്യം ഒരിക്കൽ കൂടി നേടിയെടുത്താൽ മോദി ഗവൺമെന്റിന് ശക്തമായ കൺസോളിഡേഷനാണ്. അങ്ങ് ഇത് പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു സാഹചര്യം കാണുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ദൗർബല്യം
ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് മേൽക്കോയ്മ ഇല്ലാത്ത രണ്ട് സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ആൻറ്റി മോഡി ഒരു ഒരു മുന്നണി വേണമെങ്കിൽ കോൺഗ്രസിന് ഒരു മേൽക്കോയ്മ വേണം. മനസ്സിലായി. പക്ഷേ ഈ പ്രാദേശിക പാർട്ടികളുടെ വിജയം അടുത്ത 4-5 വർഷം കഴിയുമ്പോൾ ഇതിൽ ജയിക്കുന്ന പല കക്ഷികളും ചിലപ്പം ഇപ്പം JM ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല ഏത് മുന്നണിയിൽ നിൽക്കുമെന്ന്. കോൺഗ്രസ് ശക്തീകരിച്ചാൽ മാത്രമേ മോഡിക്ക് ബദലായ ഒരു പൊളിറ്റിക്സ് ഇന്ത്യയിൽ വരുള്ളൂ. കോൺഗ്രസ് ദുർബലമായിക്കൊണ്ട് പ്രാദേശിക ശക്തികൾ BJP തോൽപ്പിക്കുന്നത് കാലികമായ ഒരു പക്ഷേ ശരിയായ ഒരു നേട്ടമുണ്ടാകാം. പക്ഷേ ലോങ് റണ്ണിൽ അതൊരു മോഡി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ടുള്ള വരവിന് സഹായിക്കില്ല. പക്ഷേ കോൺഗ്രസ് ഈ രണ്ട് സ്റ്റേറ്റിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തനവും ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഞാൻ വിചാരിച്ചതാണെങ്കിൽ മഹാരാഷ്ട്രയിൽ രാഹുൽ ഗാന്ധി, കാരണം ഇന്ത്യ മുഴുവൻ നടന്ന് യാത്ര ചെയ്ത ഒരാൾ എന്തുകൊണ്ട് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഈ ഇറങ്ങി നടന്നില്ല? ഈ ജാർഖണ്ഡ് 2 പ്രാവശ്യമേ ചെന്നിട്ടുള്ളൂ. മഹാരാഷ്ട്രയിലൊന്നുമില്ല, വളരെ നമ്മൾ BJPയുടെ പുള്ളി പോയാൽ വോട്ട് പറയും എന്നുള്ളൊരു അല്ല, അത് തന്നെ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം ഇല്ലായ്മയുടെ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് മോഡിക്ക് ബദലായ ഒരു രാഷ്ട്രീയം ഇന്ത്യയിൽ വരണമെങ്കിൽ കോൺഗ്രസ് ശാക്തീകരിക്കുന്ന ഒരു മുന്നണി സംവിധാനം വരണം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മോഡി ശക്തമായിട്ട് കൺസോളിഡേറ്റ് ചെയ്യും എന്നുള്ളത് ഒരു ഫാക്ടർ തന്നെയല്ലേ? തീർച്ചയായിട്ടും ഞാനത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മോഡി ദുർബലനാണെന്ന് വിശ്വസിക്കുന്നതല്ല. കാരണം ഗവൺമെന്റിന്റെ ഒരു നയത്തിലും ഘടകകക്ഷികളിൽ നിന്നോ എന്തെങ്കിലും ഒരു വിയോജിപ്പിന്റെ സ്വരം ഒന്നിലും വന്നിട്ടില്ല. കാരണം അതുകൊണ്ടൊരു ദൗർബല്യം ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ ഇന്ത്യയുടെ ലീഡർഷിപ്പിനോ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ട്. ഇത് കൂടുതൽ പക്ഷെ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ അത്രേ ഉള്ളൂ. കാരണം ഞാൻ അതാ പറഞ്ഞത്, കോൺഗ്രസ് ശാക്തീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും BJPക്ക് അതൊരു തീർച്ചയായും വളരെ വ്യക്തമാണ് ഈ ചർച്ചയുടെ ഒരു ഫലം. അഭിപ്രായ സർവേകൾ പറയുന്നത് പോലെ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഒരുപക്ഷെ BJP അധികാരത്തിൽ എത്തും എന്ന നിരീക്ഷണം തന്നെയാണ് ഇവിടെയുള്ളത്. പക്ഷേ ഭാരതത്തിൽ ഒരു പുതിയ ധ്രുവീകരണം, അതായത് കോൺഗ്രസിന് വിരുദ്ധമായ അല്ലെങ്കിൽ കോൺഗ്രസിനെ ശിഥിലീകരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്കാണ് മഹാരാഷ്ട്രയും ജാർഖണ്ഡും പോകുന്നത് എന്നുകൂടിയാണ് ഈ ചർച്ചയിലും അഭിപ്രായ സർവേകളിലും വ്യക്തമാകുന്നത്. തീർച്ചയായും ഏതാനും മണിക്കൂറുകൾക്കകം തിരഞ്ഞെടുപ്പ് ഫലം വരും. അതിനുശേഷം നമുക്ക് വീണ്ടും ഇവരോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.